നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത് ഹെൽപ്പിംഗ് ഹാർട്ട്സ് എന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ സജീവമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ നമ്മുടെ കോമഡി മസാലയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഷോയുടെ 2 പില്ലേഴ്സിനെയാണ്. അപ്പം അവരെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ നെൽസൺ ചേട്ടൻ, ഒപ്പം എത്തുന്നു ബിനു അടിമാലി. അങ്ങനെ നമ്മുടെ താരങ്ങൾ രണ്ടുപേരും എൻ്റെ ഇടവും വലവുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും ഇടത്തും വലത്തുമായിട്ട് നിൽക്കുക. അതെ, മറ്റേ കർത്താവിന്റെ 2 സൈഡിൽ ഓരോ കള്ളന്മാർ നിന്ന പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കോമഡി മസാലയുടെ ഈ ഫ്ലോറിനെ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു കിടിലൻ സ്കിറ്റിനാണ്. ആ സ്കിറ്റുമായിട്ട് എത്താൻ പോകുന്ന ടീമിന്റെ പേരാണ് കോമഡി കിങ്സ്. എന്റെ കഴുത്ത് ചെത്തി കളഞ്ഞല്ലോടാ. എടാ, നാളെ ഈ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് പരിപാടി കളിക്കാനുള്ളതാണോ? എന്നിട്ട് റിഹേഴ്സൽ ചെയ്യണ്ടേ? അതിന് വേണ്ടിയല്ലേ നമ്മളിവിടെ ഈ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നത്. അയ്യോ, ഞങ്ങൾ ഇങ്ങനെ ഒരുക്കി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. ആ നടി വരാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓ എന്റെ പൊന്ന് രമേശ്, ഇന്ന് അവളുടെ കല്യാണം അല്ലേ? കല്യാണം കഴിഞ്ഞ് അവളിങ്ങ് എത്തും. അവള് വരട്ടെ, എന്നിട്ട് നമുക്ക് റിഹേഴ്സൽ നോക്കാവുന്നു. ഓ, അവള് വന്ന ഇവൻ അങ്ങ് തകർത്ത് വാടി. ഹലോ, അതെ, നമ്മളെ അങ്ങനെ പുച്ഛിച്ചങ്ങ് കളയരുതേ. നമ്മളെ തിരുവനന്തപുരത്തുള്ള പല സമിതിക്കാരും നമ്മൾ നിരന്തരം ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. ദൈവത്തോർത്ത് അവരുടെ ട്രൂപ്പിലേക്ക് ചെല്ലല്ലേ എന്നും പറഞ്ഞായിരിക്കും. അച്ഛനെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രൂപ്പ് ഒച്ച പിടിക്കില്ല കേട്ടോ. അടുത്ത വർഷം പോലെ നമ്മുടെ ട്രൂപ്പ് നമുക്ക് ഡ്രാമാസ്കോപ്പ് ആക്കണം. എന്നാക്കണം? ഡ്രാമാസ്കോപ്പ്. കോപ്പ് ഇതെങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നത് എനിക്കറിയാവുള്ളൂ. എന്നാ രാമൻ ഡ്രാമ കോപ്പ്? എടാ, കഴിഞ്ഞ വർഷം കളിച്ചതിനേക്കാളും ഒരു പരിപാടിയെങ്കിലും ഈ വർഷം നമ്മൾ കൂടുതൽ കളിക്കും. ഹലോ, അതെ, നമ്മൾ കഴിഞ്ഞ വർഷം എത്ര പരിപാടി കളിച്ചായിരുന്നു? കഴിഞ്ഞ വർഷം നമ്മൾ 2ഓളം പരിപാടി കളിച്ചില്ല. ഓളവോ? ഓളത്തിന് പറഞ്ഞ അതേ കയറി പിടിക്കല്ലേ. 2 പരിപാടി കളിച്ചില്ലേ കഴിഞ്ഞ വർഷം? അല്ല, ഈ 2 പരിപാടി കളിച്ചെന്ന് പറഞ്ഞ ശരിയാ. അത് നമ്മൾ എവിടാ കളിച്ചത്? മറന്നുപോയോ? ഫസ്റ്റ് പരിപാടി നമ്മൾ കളിച്ചത് തൃക്കുന്നപ്പുഴ അമ്പലത്തില്. അതിന് തൃക്കുന്നപ്പോഴും നമ്മൾ കളിച്ചായിരുന്നു. ഇവനെല്ലാം മറന്നുപോയി. നീ ഓർക്കുന്നില്ലേ? നമ്മൾ പരിപാടി കളിക്കാൻ വേണ്ടി ചെന്നപ്പോ മഴ പെയ്ത് സ്റ്റേജിൽ വെള്ളം കയറിയിട്ട് പരിപാടി ക്യാൻസൽ ചെയ്ത് ഓർക്കണില്ലേ? ശരിയാ, തൃക്കുന്നപ്പുഴ. അപ്പൊ രണ്ടാമത്തെ പരിപാടി എവിടെ കളിച്ചത്? തൃപ്രയാർ അമ്പലത്തില്. കളിച്ചോ? അതും മറന്നോ? പറഞ്ഞുതരാം. നമ്മൾ പരിപാടി തുടങ്ങാൻ വേണ്ടി ബെല്ല് കൊടുക്കും. അപ്പൊ തന്നെ ആന അടഞ്ഞിട്ട് പരിപാടി വേണ്ടെന്ന് പറഞ്ഞ് കമ്മിറ്റിക്കാർ പറഞ്ഞു. അതാണ് രണ്ടാമത്തെ ചെയ്ത്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് എല്ലാവർക്കും. ഈ തൃപ്രയാർ അമ്പലത്തില് ഈ വർഷം എന്നെ പൊന്നാട എണീച്ച് സ്വീകരിക്കുന്നു. എനിക്ക് അവർ അവാർഡ് തരുന്നു ഉത്സവ കമ്മിറ്റിക്കാർ. എന്നാത്തിന് ഈ പൊന്നാടയൊക്കെ തരുന്നേ? എടാ, അതറിയത്തില്ലായിരുന്നോ? ഇല്ല. എടാ, ആശാന്റെ പരിപാടിയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബുക്ക് ചെയ്തിരുന്നത്. ഈ സംഭവം എങ്ങനെയോ ലീക്കായി. ഇതറിഞ്ഞ ഒരു ഒറ്റ മനുഷ്യൻ അന്ന് പരിപാടി കാണാൻ വന്നില്ല. വേറെ വല്ല ട്രൂപ്പുകാരുടെ പരിപാടി ആയിരുന്നെങ്കിൽ എത്ര മാത്രം ആള് കൂടിയാനെ. ആന പലരെയും ചവിട്ടി കൊല്ലത്തില്ലേ? ആ ദുരന്തത്തിൽ നിന്ന് നാട്ടുകാരെ രക്ഷിച്ചാനാ ഈ പൊന്നാട. കണ്ടോ, ഒരു അവാർഡ് നമുക്ക് കിട്ടിയപ്പോ പുച്ഛം. അതാണ് രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല. ആശാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നമ്മളൊരു പരിപാടി സ്പോട്ടിൽ ചെന്നാ ആദ്യം തന്നെ കമ്മിറ്റിക്കാരുടെ പൈസ ഇങ്ങ് മേടിച്ചെടുത്തോണം. ആദ്യം തന്നെ പൈസ മേടിക്കണല്ലോ. അതന്നെ അവസാനം തിരിച്ചു കൊടുക്കാനുള്ളല്ലേ. വെറുതെ എന്റെ കയ്യിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിന് ഞാൻ സമാധാനം പറയാം. ആശാന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ട്രൂപ്പിൽ മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. പറ, എന്താ പ്രശ്നം? അതല്ല, നമ്മുടെ മണിയനില്ലേ, ദൂതുമായിട്ട് വരുന്ന മണിയന് നാളെ വരത്തില്ലെന്ന്. അവനും വരത്തില്ലേ? അവനെന്താ പ്രശ്നം? അവന്റെ അപ്പൂപ്പന്റെ 16 അടിയന്തരവാ നാളെ. ഇത്രയും ദിവസം ഉണ്ടായിട്ട് കറക്റ്റ് കൊണ്ട വെച്ചതാ നാളെ 16 അടിയന്തരം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റി പിടിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാറ്റും? അപ്പൊ 15ഉം 17ഉം ആയി പോകത്തില്ലേ? ആശാൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. മണിയന് പകരം ഉഗ്രനൊരു ആർട്ടിസ്റ്റിനെ അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് കലാകാരൻ. അവന് വരാൻ പറ്റില്ല, പകരം ഒരാളെ അറേഞ്ച് ചെയ്തു. കണ്ട് പഠിക്കണടാ. വിളിക്ക് ടെൻഷൻ. നാളെ ഫസ്റ്റ് പരിപാടി കളിക്കാനുള്ളത്. ചേട്ടാ, ആശാൻ വിളിച്ചു വാ, കേറി പോര്. ആരോമൽച്ചവരാക്കിയല്ലോ. പിന്നെ ഞാൻ എന്നാത്തിന് ഇവിടെ നിൽക്കും? പിടിക്കല്ലേ? ഒന്നുമില്ല, ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചെറിയൊരു ഡയലോഗ്, അത്രേ ഉള്ളൂ. പേരെന്താ പറഞ്ഞേ? അസാൻ ഇവനെ ബംഗാളിന്ന് പണിക്ക് വന്നതാ. മണിയന്റെ കെയർ ഓഫിൽ അവൻ അറേഞ്ച് ചെയ്ത് വിട്ടതാ. എല്ലാ മേഖലയിലും കൈവച്ച് നിങ്ങളുടെ വെക്കാനുണ്ടായിരുന്നുള്ളൂ ബംഗാളികൾ. ഒരു കാര്യം, നിനക്ക് ഈ ട്രൂപ്പിൽ ഞാൻ വേണ്ട പരിഗണന തരുന്നില്ല എന്ന് നിനക്കൊരു പരാതി ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ഡയലോഗ് ഇവനെ നീ ഒന്ന് പഠിപ്പിക്കും. അത് വേണ്ട, മറ്റേ കണ്ണപ്പനുണ്ണി ആരോമലൊക്കെ ഒരുങ്ങാൻ പറ്റിയ ആളല്ലേ. ആശാൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ആശാൻ വലിയ ആളല്ലേ. 10-20 വർഷമായി ഡയറക്ഷൻ തുടങ്ങിയിട്ട്. ഞാൻ പഠിപ്പിക്കും. ഒരു പ്രതിമയെ കിട്ടിയാലും ഞാൻ പഠിപ്പിക്കും. പിന്നെയാണോ ഇവൻ? ഒന്നുമില്ല. എന്നാ ഡയലോഗ് എന്ന് പറഞ്ഞാ
മറ്റേ ഓടി വന്നിട്ട് പറയത്തില്ലേ ആ. ഉണ്ണി ആർച്ച അല്ലിമറക്ക് അവർ പൂരത്തിന് പോകുന്നു തുമ്പോലാർച്ച വരുന്നുണ്ട് ഓ ടെൻഷൻ ടെൻഷൻ ഒന്ന് മൊത്തം തെറ്റിക്കും കേട്ടോ. തുമ്പോലാർച്ച വരുന്നുണ്ട്, ഇത്രേ ഉള്ളൂ. കണ്ടോ? തും തും ബോൽ ഇടുക്കി ആർച്ച. അച്ഛ അവിടെ പൊളഞ്ഞ് അച്ഛല്ല, ആർച്ച. അച്ഛ അച്ഛ വിട്ടേക്കൂ. ഈ ആരുടെയും ചാരുടെയും ഇടയ്ക്ക് ഒരു ഇറ് കയറ്റാൻ പറ്റുമോ? കാ കയറ്റല്ലേ, അപ്പൊ ഗ്രാമർ മാറിപ്പോകും. കായല്ല, ആർച്ച. ആർച്ച. ഇർച്ച, ഇർച്ച. എന്നാലും അവൻ ആ പറയത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം അവൻ കളയും. ആർച്ച. ആർച്ച. ആർച്ച്. ആർച്ച്. വരുന്നുണ്ട്. വരോ വരുന്നുണ്ട്. വരോ ആ ആ ഉണ്ടും കൂടെ അങ്ങ് പറഞ്ഞു തരണം, ഈ സംഭവം തീർന്നേനെ. വരുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ ഏത് ഭാഷയാണെങ്കിലും കുഴപ്പമില്ല. എഴുന്നേറ്റ് എഴുന്നേക്ക് എഴുന്നേക്ക്. ആന. തുമ്പോലാർച്ച വരുന്നുണ്ട്. തുമ്പോലാർച്ച വരുന്നുണ്ട് എന്ന് പറഞ്ഞു. തുമ്പോലാർച്ച വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അവിടുന്ന് വരണം. അവിടുന്ന് വരണം. അതാടാ ഇവന്, അതാ എന്റെ പ്രശ്നം. എന്നാ ആശാനെ അവിടുന്ന് വരാൻ പറ്റത്തില്ല, ഇവിടുന്ന് വന്നാൽ കുഴപ്പമുണ്ടോ? ഇവിടുന്ന് തന്നെ വരണം. നീയും വാശി പിടിക്കുവാണോ? ഇവിടുന്ന് അങ്ങോട്ട് വരണം കേട്ടോ. പോരെ. എന്തിടാ ഓ വന്നേ. ഞാൻ ഇവിടുന്ന് തള്ളി വിടാം, അപ്പൊ ഡയലോഗ് പറഞ്ഞോളാം. റെഡിയല്ലേ? റെഡിയല്ലേ? ദൈവം വരുമ്പോ കറക്റ്റ് പറഞ്ഞോണേ. റിഹേഴ്സല് ചെല്ലേ. തുമ്പോലാർച്ച വരുന്നുണ്ട്. വരാൻ പറയൂ. ഇവിടെ നമ്മുടെ ബാലം നടക്കുന്ന കേരളത്തിലല്ലേ, അല്ലാണ്ട് നോർത്ത് ഇന്ത്യയിലാണോ? ഒന്നും മിണ്ടണ്ട, അത്രയും ഡയലോഗ് പറഞ്ഞ് ഓടിപ്പോയാ മതി. അതെങ്കിലും ആശാനെ കറക്റ്റ്. ദേ സുമതി വരുന്നുണ്ട് കേട്ടോ. എന്റെ ദൈവമേ, കല്യാണം കഴിച്ചിട്ടല്ലേ പെണ്ണ് വന്നല്ലോ. വാ വാ വാ. എത്ര സമയമായിട്ട് ഇനി വരാൻ പറഞ്ഞു? 3 മണിക്കൂർ ഇപ്പൊ തന്നെ ലേറ്റാ. നാളെ പരിപാടി ഉള്ളതല്ലേ? അത് പിന്നെ ആശാൻ അറിഞ്ഞൂടെ ഇന്ന് എന്റെ കല്യാണമായിരുന്നെന്ന്. പിന്നെ കണ്ണേട്ട ഇച്ചിരി ലേറ്റ് ആയേ, അതാ ഞാൻ. ആരടി കണ്ണേട്ടൻ? എന്റെ ഭർത്താവ് വന്നിട്ടുണ്ടോ? പിന്നെ എന്നിട്ട് എവിടെ? കണ്ണേട്ടാ ഇങ്ങോട്ട് കേറി വാ. ഇതാരാന്നാ പറഞ്ഞേ? എന്റെ ഭർത്താവ് കണ്ണേട്ടൻ. കണ്ണേട്ടൻ. ഇത് കണ്ണേട്ടനല്ല, കണ്ണിന്റെ ഏറ് കിട്ടിയ ഏതോ ഏട്ടനാ. വേണ്ട, കണ്ണേട്ടൻ. കണ്ണേട്ടൻ ഇവളുടെ കണ്ണേട്ടൻ കാണ്. കണ്ണൊക്കെ ഇരിക്കുന്ന കേട്ടോ. നത്തിനെ കണക്കിരിക്കും. എങ്ങനെ കിട്ടി? ചിരിപ്പിക്കല്ലേ? സീരിയസ്. കൂടുതൽ മുച്ചിക്കൊന്നും വേണ്ട. സുമതിയെ ഈ സമിതിയിൽ ഇനി കളിക്കുന്നില്ല. സുമതിയില്ലാണ്ട് സമിതി മുന്നോട്ട് പോകത്തില്ല. ആ സുമതി ഇല്ലാത്ത സമിതി പോയാ മതി. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ എന്നോട് മേടിച്ച് അഡ്വാൻസ് തിരിച്ചു തന്നേക്ക്. അഡ്വാൻസ് മേടിച്ചിട്ട് തിരിച്ചു തരും. ആ എത്ര രൂപ മേടിച്ചടി ഇവിടുന്ന്? 50,000. 50,000 രൂപ. 50? ആ സുമതി ഈ സമിതി കളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കെന്താ വിരോധം? എന്നാ പിന്നെ അവളില്ലാത്ത കളിക്കട്ടെ. കുഴപ്പമില്ല. സുമതി നിങ്ങളുടെ റിഹേഴ്സൽ നടക്കട്ടെ. അപ്പൊ നമുക്ക് റിഹേഴ്സൽ നോക്കാം. ആർച്ച ഇപ്പൊ എവിടെ പോകുന്നു? അത് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് ആഭരണങ്ങൾ എടുക്കാൻ പോയത്. അല്ല, ഞാൻ തോഴികളുമൊത്ത് അല്ലിമലർക്കാവിൽ കൂത്ത് കാണാൻ പോവുകയാണ്. ആർച്ച ഇപ്പൊ പോവണ്ട. ഞാൻ പോണ്ടേ? അതെന്താ ഞാനും കൂടെ പോയാലേ? ആർച്ച പോവണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോണ്ടേ? അതെന്താ ഞാനും കൂടെ പോയാലേ? പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട. വിടമട്ടെ, എന്നെ ഇങ്ങ ഇരുന്ന് നീ കൂത്ത് കാണാൻ വിടമട്ടെ. ആർച്ച പോവണ്ട, പോവണ്ട, പോവണ്ട. ഞാൻ പോവും പോവും പോവും. സുമതി നീ ഇതിനിടയ്ക്ക് എവിടെ പോകണം? അല്ലിമലർക്കാവിൽ കൂത്ത് കാണാൻ. എന്റെ പൊന്നു കൊച്ചോ, നീ വെള്ളച്ചാലി ഈ റിഹേഴ്സൽ ഒന്ന് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വാ. നമ്മുടെ ആദിരാത്രിയല്ലേ ഇന്ന്? അല്ലേ, അത് മറക്കല്ലേ. ആ എടി എവിടുന്ന് കിട്ടിയടി ഈ സാധനത്തിന്? ഓ, ഫേസ്ബുക്കിന് ചാറ്റ് ചെയ്ത് കിട്ടിയതാണേ. ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് കിട്ടിയതാ. അപ്പൊ ചീറ്റിംഗ് പ്രതീക്ഷിച്ചാ മതി. റിഹേഴ്സൽ നടക്കട്ടെ, റിഹേഴ്സൽ നടക്കട്ടെ. ആർച്ചേ, ഈ ആരോമൽ നാളെ അംഗത്തിന് പുറപ്പെടുകയാണ്. ഞാൻ തിരിച്ചു വരുന്നത് വരെ നമ്മുടെ കളരിയിൽ തിരിതെളിയിച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട പെണ്ണാണ് നീ. കുഞ്ഞിരാമേട്ടാ,
ആർച്ചേ, ഈ കുഞ്ഞുനാൾ മുതൽ എന്റെ മനസ്സിൽ ഓടിക്കളിച്ചിരുന്ന പെണ്ണാണ് നീ. കൊത്തരുത്. കൊത്തും കൊത്തരുത് കൊത്തും കൊത്തരുത് കൊട്ടമനയിക്കുവോ? അയ്യോ, തൊടുന്നേ ഉള്ളൂ, എന്റെ മനസ്സിലെങ്ങും ഒന്നുമില്ല. നിന്റെ മനസ്സിലൊന്നുമില്ല, പക്ഷെ നിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം നിന്റെ മനസ്സിൽ ഒരുപാടുണ്ടെന്ന്. ആശാന് ഉള്ള കാര്യം പറഞ്ഞേക്കാം. തൊട്ടും പിടിച്ചുള്ള അഭിനയമാണെങ്കിൽ സുമതി ഈ സമിതി കളിക്കുകയല്ല, പറഞ്ഞേക്കാം. പോട്ടേട്ടാ. എടാ ഇപ്പൊ തൊടണ്ട, സംഭവം വിട്ടേക്ക്. കയറുമ്പോ മട്ടു മാറുവന്നല്ലേ. ആശാൻ ഇങ്ങനെയാണ് ഞാൻ കളിക്കത്തൊന്നുമില്ല കേട്ടോ, പറഞ്ഞേക്കാം. ഉള്ള കാര്യം പറയാലോ. സുമതി ഇനി ഈ സമിതിയിൽ കളിക്കുന്നില്ല. കണ്ണേട്ടാ പോട്ടേട്ടാ. നീ എന്തോ കാണുന്നു ഇതിനിടയ്ക്ക്, നീ എവിടെ പോണം? അതല്ല, ഇത് വിട്ടേക്ക്, പോട്ടേന്ന് വഴക്കുണ്ടാക്കല്ലേ. അങ്ങനെ പറ്റുകയല്ലോ. സുമതി ഈ സമിതിയിൽ ഇനി കളിക്കുന്നില്ല. എടാ, ഈ പുള്ളി ശ്രദ്ധിച്ചോടാ, ആ ദേഷ്യപ്പെടുമ്പോ പുള്ള മുഖഭാവം നീ കണ്ട? ഈ സൈഡിൽ നോക്കിയാ കറക്റ്റ് മോഹൻലാൽ അല്ലേ നോക്കി? ശരിയാ 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 കേട്ടോ. പക്ഷെ മോഹൻലാലിന്റെ ഒരു തോള് ചരിഞ്ഞിരിക്കുന്നില്ല ആശാനെ. ചരിയുന്നുണ്ട്. തോളെ ചെരിഞ്ഞാണല്ലോ ഇരിക്കുന്നേ. പക്ഷെ ആ തോളല്ലല്ലോ, ഇപ്പുറത്തെ തോളല്ലേ ചരിയേണ്ടത്. പക്ഷേ ആശാനെ, ആ? എനിക്ക് ഈ സൈഡിൽ നോക്കിയിട്ട് മമ്മൂട്ടിയായിട്ടാ തോന്നുന്നേ. കറക്റ്റാ കേട്ടോ. ഈ എടാടാ ഇച്ചിരി ഫ്രണ്ടിലേക്കുന്നേ, ഫ്രണ്ടിൽ നോക്കിയേ. മമ്മൂട്ടി അല്ലടാ, സുരേഷ് ഗോപി, സുരേഷ് ഗോപി. ഓ കറക്റ്റ്. ഉള്ളത് പറയാലോ, മുഖത്ത് രാജകല തുളുമ്പുമാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു കലാകാരനല്ലേ. രക്തത്തിൽ കലയുടെ അംശം അമിതമാണ്, അതെ, അതെ. അലിഞ്ഞു ചേർന്നേക്കുവാ. ഡോക്ടർ പോലെ എന്നോട് പറഞ്ഞായിരുന്നു രക്തത്തിൽ ഒരുപാട് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്ന്. ഷുഗർ ആണോ? അത് കാര്യാക്കണ്ട, നിങ്ങളെ കണ്ടറിയാം നിങ്ങളൊരു കലാകാരനാണ്. ഒരു കലാകാരനല്ലേ ഒരു കലാകാരന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതാണ് അല്ലേ? ഒരു കലാകാരനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതെ അതെ. അതാണ് ഞാൻ ഈ കഥ. ശരിക്കും പറഞ്ഞാൽ ഒരു ബാലെ ട്രൂപ്പിൽ ഒരു നടി പോയി കല്യാണമൊക്കെ കഴിച്ചേച്ചേ പിണങ്ങി പോണത് ഭയങ്കര വിഷമല്ലേ? പിന്നെ വിഷമല്ലേ? പിന്നെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഒരു കലാകാരനെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ റിഹേഴ്സൽ നടക്കട്ടെ. എന്റെ ഡയലോഗ് നമുക്ക് പിന്നെ ആയാലും നമുക്ക് നോക്കാമല്ലോ. സുമതി ഓക്കെയാണ്. സുമതി ഓക്കെയാണ്. അച്ഛൻ എന്നെ അറിഞ്ഞോണ്ടോ പറയുന്നത്? ഈ പുള്ളി വേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് കൊടുക്കാനാ. പുള്ളിക്ക് ഇനിയിപ്പോ എവിടെ നിന്ന് വേഷം കൊടുക്കുക? അതെ, ഇതിനകത്ത് ഓൾറെഡി വേറെ വേഷമൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഓൾറെഡി ഞാൻ കലാകാരനായല്ലോ, ഡോക്ടറും പറഞ്ഞു നിങ്ങളും പറഞ്ഞു. അപ്പൊ ഇപ്പൊ വേണല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു കിടിലം സംഭവം ഉണ്ട്, അത് ഞാൻ തരാം. നിങ്ങൾ ഈ സ്റ്റേജിൽ നിൽക്കേണ്ട ആളല്ല. അതല്ല, നിങ്ങൾ ജനങ്ങളിലായിട്ട് ഇറങ്ങി ചെല്ലണം. അത്ര നല്ല ഗംഭീര കലാകാരനാണ് നിങ്ങൾ. നിങ്ങൾ ഈ ജനങ്ങളിലായിട്ട് ഇനി അങ്ങ് ഇറങ്ങി അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു കിടിലൻ ഡയലോഗ് നിങ്ങൾ പറയണം. ആണോ? എന്താണ് ആ ഡയലോഗ്? ഇഞ്ചി മുട്ടായി. ആളെ കളിയാക്കുവാണ്. ഞാൻ വേറെ കിഴങ്ങനാന്ന് പറഞ്ഞ കേട്ടില്ലേ? ഇഞ്ചി മുട്ടായിരുന്നു. അതങ്ങനല്ല പറയേണ്ടത്. ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി, അങ്ങനെ വേണം പറയാം. മോഡുലേഷൻ എനിക്കില്ല, അതാ പറ്റി പോയാലും. മോഡുലേഷൻ അങ്ങനെ പറയാം. ഒരു കാര്യം ചെയ്യും, സമയം കളയണ്ട, ജനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണല്ലേ? ഇതെന്താ കാലമോ? പ്രോപ്പർട്ടി. ഇതാണ് ഇഞ്ചി മുട്ടായി. ഇഞ്ചി മുട്ടായി. ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി. നീട്ടി പറഞ്ഞാൽ നന്നായിരിക്കും. ഇഞ്ചി മുട്ടായി, കറക്റ്റ്. നല്ല കലാകാരൻ. ഇഞ്ചി മുട്ടായി, ഇഞ്ചി മുട്ടായി. എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? നിന്റെ ഡയലോഗ്. എന്റെ ഡയലോഗ് ഒന്നും അറിയത്തില്ലെന്ന് എനിക്ക്. എടാ റിഹേഴ്സൽ ചെയ്യുമല്ലേ നീ? അംഗത്തിന് പോയിട്ട് കുത്തേറ്റ് വന്ന് വീഴുന്നു. ഈ സീനാണ് ഇപ്പൊ നമ്മൾ റിഹേഴ്സൽ ചെയ്യാൻ പോണത്. ഓക്കെ ഇവിടെ ഓക്കെ. ആർച്ചെ വിളിച്ചോണ്ട് വന്ന് വീഴും. കുത്തുവിളക്ക് കൊണ്ട് എന്നെ ആഞ്ഞു കുത്തിയ ചതിയൻ ചന്തു. കുത്തുവിളക്ക് കൊണ്ട് ആഞ്ഞു കുത്തിയ ചതിയൻ ചന്തു. ഈ ആരോമൽ നിന്നോട് ചോദിക്കുന്നു, നിനക്കിത് വേണമായിരുന്നു. നിന്നോട് ചോദിക്കുന്നു, നിനക്കിത് വേണമായിരുന്നോ? ഇഞ്ചി മുട്ടായി. ഇങ്ങനെ ഈ പറയുന്നത്. എടാ അത് വിട്ടേക്ക്, അത് അവിടെ പറഞ്ഞല്ലേ, അതേ കയറി പിടിക്കില്ലേ. അടുത്ത ഡയലോഗ് പറ. 18 കളരിക്ക് വാസാനായ ഈ ആരോമൽ ശേഖർ പറയുന്നു, ഇതിന് ഞാൻ നിന്നോട് ചോദിക്കും. ഇഞ്ചി മുട്ടായി. താൻ എന്നാണോ കുറെ നേരിട്ട് വിടുന്നിട്ട്? താൻ എന്നാണ് കാണിക്കുന്നത്? ഇവിടെ താൻ അവിടുന്ന് ഒച്ച വെക്കുന്ന എനിക്ക് ഇവിടുന്ന് ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. എന്റെ ഡയലോഗ് തെറ്റി പോകുന്നു. ആദ്യം നീ കറക്റ്റായിട്ട് ഡയലോഗ് പഠിക്കണാവൂ. അങ്ങനെ തന്നെ ഡയലോഗ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഇഞ്ചി മുട്ടായി. അവനവിടെ തലം ഉണ്ടാക്കുവാണ്, ഞാൻ എവിടെ കളിക്കത്തൊന്നുമില്ല. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇവൻ അലമ്പെടുക്കണ ഈ ട്രൂപ്പ് ഞാനും കളിക്കത്തില്ല.
നീയും പോവാണോ? കണ്ടോ ആ ഹിന്ദിക്കാരന് പോലും സൂചിക്കുന്നില്ല. ഇതെങ്ങനെ ശരിയാവും? എന്നാടാ ഇങ്ങനത്തെ സംഭവം? ഉള്ള കാര്യം പറയാം. സുമതി ഇനി ഈ സമിതി കളിക്കുന്നില്ല. നീ പെട്ടെന്ന് പിണങ്ങിപ്പോയ ഞാൻ ഈ പരിപാടി നാളെ കളിക്കാനുള്ളല്ലേ? പെട്ടെന്ന് പിണങ്ങിപ്പോയി എങ്ങനെ ശരിയാവുന്നേ? ഞാൻ പിന്നെ എന്താ ചെയ്യണം? അവളെ വിളിച്ചോളൂ. സുമതി മാല എടുക്കാൻ പോയതാ. ഇറങ്ങാം. പോവണോ? പിന്നെ ഒരു കാര്യം, പോയി കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കരുത്. ഇല്ല, പൊക്കോ. ഞങ്ങൾ ആ ഒരു പോക്കങ്ങ് പോകും. ആ, പൊക്കോ. 9:30 വേണ്ടി 9:30 കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടുന്നില്ല. ആ, പൊക്കോ. പോവേ പൊക്കോ ഇനിയെങ്കിലും. ഇത് വാക്കാവുള്ള പാടി അല്ല ഏട്ടാ, നമ്മള് ശരിക്കും പോവാണോ? ചുമ്മാ പോവാടി. വിളിക്കണ വെള്ളപ്പാറ്റ വിളിക്കുന്നു. അവര് വിളിക്കണ കാണാനില്ല. ഇത് കുറച്ചേ പോവുള്ളൂ. വിളിക്കണില്ലല്ലോ ഏട്ടാ. രമേശാ, അല്ല ഞാൻ നിങ്ങളല്ല വിളിച്ച, ഞാൻ ഈ രമേശനെ വിളിച്ചതാണ്. എന്നെ വിളിക്കണോലെ തോന്നിയാണ്. അല്ലല്ല, നിങ്ങളുടെ പേര് അതല്ലല്ലോ, കണ്ണേട്ടനല്ലേ? കണ്ണേട്ടൻ പൊക്കോ. കണ്ണേട്ടൻ പൊക്കോ. പോയാ പിന്നെ വരികയല്ല. ആ, വരില്ല, വരണ്ട. ദൈവത്തോർത്ത് വരല്ലേ. പുറത്ത് കഴിച്ചു. നമ്മുടെ നാട്ടിൽ വേറെ കലാകാരിമാരുണ്ടാ. പിന്നെ ദേ, കണ്ടില്ലേ? കറക്റ്റാ കേട്ടോ, ഫിഗറൊക്കെ ഓക്കെ. ആ, വാ സജന. കുഞ്ഞിരാമേട്ടാന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ഒരു പാട്ട്. ഓക്കെ, വിളിച്ചോ കുഞ്ഞിരാമേട്ടാന്ന്. കുഞ്ഞിരാമേട്ടാ. സൂപ്പർ, നല്ല പേര്, നല്ല പേര് കൊടുക്കും. ഇനി ഒന്നുമില്ല, ചെറിയ 1-2 ഡയലോഗ് അത്രയും പറഞ്ഞു. ഇങ്ങോട്ട് വരും. ഡയലോഗ് പറഞ്ഞു കൊടുക്കും. വാളിങ്ങനെ കുഞ്ഞിരാമേട്ടന് നേരെ വീശിയെടുത്തു. ഡയലോഗ് പറയും. നീ ഡയലോഗ് പറയും. കുഞ്ഞിരാമേട്ടാ, കുഞ്ഞിരാമേട്ടാ. കുഞ്ഞിരാമേട്ടാ, കുഞ്ഞിരാമേട്ടാ. വീരോഗ്രപ്രതാപിയായ ദിഗ്വിജയ പ്രവീണനായ ആരാ ആശാനെ, ദേ എന്നെ തെറി വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒന്നുകൂടെ പറയടാ ഡയലോഗ്. ദിഗ്വിദന്ത പ്രവീണനായിട്ടുള്ള വീണാളഹസ്ത രാജാവിന്റെ നടക്കുകയല്ലെന്നു കേട്ടോ. ഒന്ന് പറയൂ പ്ലീസ്. നാളെ എനിക്ക് തട്ട കളിക്കാനുള്ളത് ഒന്ന് പറയൂ. ദിഗ്രോത്ഭുത പ്രതാപിയായ ദിഗ്വിദന്ത പ്രവീണനായ വീണാളഹസ്ത മഹാരാജാവ്. ഏതാ ഈ പ്രവീണിന്റെ കാര്യം പറയുന്നത്? വന്നപ്പോലെ ഈ പ്രവീൺ എന്ന് പറയുന്നത് ആരാ പ്രവീൺ? കെട്ടിയോന്റെ കാര്യമാണോ പറഞ്ഞത്? പ്രവീൺ എന്ന് പറഞ്ഞത്. പൊക്ക ഒരു പണി പോയിരുന്നു. ഞാൻ വേറെ ആരെങ്കിലും വെച്ചോളാം. അതിനകത്ത് ഇനി വേറെ ആരെങ്കിലും പൊക്കാം. വാള് വന്നിട്ട് പോകും. എന്റെ വാളും കൊണ്ട് പോകണം. നാളെ എനിക്ക് പരിപാടി ഉള്ളതാ. ചതിച്ചു. എടാ, നിന്റെ സീൻ ആദ്യം റിഹേഴ്സൽ ചെയ്തല്ലേ, പിന്നെ എന്തിനാ പിന്നെ വന്ന് വീഴുന്നേ? ചതിച്ചു. ചന്തുവാണോടാ നിന്നെ ചതിച്ചേ? ചന്തു അല്ല, ചന്തുവിന്റെ ബന്ധു നന്ദു എന്നെ ചതിച്ചത്. നന്ദു? ആ, നമ്മുടെ പരിപാടി നാളെ ബുക്ക് ചെയ്തിരുന്ന ഈ നന്ദുവാ. ഈ ഫൈനൽ റിഹേഴ്സലായിട്ട് അവന് മനസ്സിലായി ഈ പരിപാടി അവിടെ നാളെ കളിച്ചാ കമ്മിറ്റിക്കാർ അവനെ കുത്തുന്നു. അതിനു മുമ്പേ അവൻ എന്നെ കുത്തി ആശുപത്രി കൊണ്ടുപോയി. സോ അങ്ങനെ ഉത്സവ പറമ്പുകളും അവിടുത്തെ ബാലയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരു ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ചിരി സമ്മാനിച്ചു ഈ ഒരു ടീം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എങ്ങനെയാണ് ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്നുള്ളത് അവരുടെ മുഖത്തുനിന്ന് വായിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? പുള്ളിക്കാരി താർത്ത് കളഞ്ഞില്ലേ? ഭയങ്കര എക്സ്പെക്ട് ചെയ്യാത്ത പെർഫോമൻസ് ആയിരുന്നല്ലേ? ഉണ്ണിയാർച്ചയായിട്ട് കയറി വന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല, പെട്ടെന്ന് നമ്മൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വിളിച്ച ആളാണ്. ഓക്കെ, അപ്പൊ ആ ഡയലോഗ് അത് ഒരു അടിപൊളി ഡയലോഗ് ആയിരുന്നു. അത് ആരാ എഴുതിയത്? അദ്ദേഹം തന്നെ എഴുതിയതാണോ? ആ, ഓക്കെ. എന്തായാലും ഭയങ്കര വിജൃംഭിച്ച ഡയലോഗുകളായിരുന്നു. എന്താണ് സ്വന്തമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള സ്റ്റേജ് അനുഭവങ്ങൾ, ഇതുപോലെ പണി പാളിയ സ്റ്റേജ് അനുഭവങ്ങൾ, ക്യാൻസലായ മുടങ്ങിപ്പോയ പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണ്ടോ ബിനു ചേട്ടാ? തീർച്ചയായിട്ടും. ഞങ്ങള് മിമിക്രി ട്രൂപ്പിൻ്റെയാണ്, ബാലെ ട്രൂപ്പിനുള്ളത് വേറെ പറയാം. ഞങ്ങള് ഈ 25-ാം തീയതി പ്രോഗ്രാം, 25-ാം തീയതി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അടുത്ത മാസമാണ് 25-ാം തീയതി. ഈ മാസം 25-ാം തീയതി അവിടെ ചെന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചേക്കുക. സത്യം, ലാസ്റ്റ് അവരും പേടിച്ചു പോയി. ചേട്ടാ, ഞങ്ങള് സ്പോട്ടിലെത്തി.
അപ്പൊ അവിടുന്ന് സ്പോട്ടിലോ ഏത് സ്പോട്ട്? ഏത് സ്പോട്ടില്? അല്ല ഇന്നലെ ഉത്സവം. അപ്പൊ അവർക്കും പേടി, ദൈവമേ ഇന്നാണ്. അങ്ങനെ പേടിച്ച അവസരം ഉണ്ടായിട്ടുണ്ട്. അത് നേരെ സെയിം പറഞ്ഞുണ്ട്. ഒന്നാം തീയതി 2 മണിക്ക് വരണമെന്ന് പറഞ്ഞു. 1-ം തീയതി 2 മണിക്ക് തബലിസ്റ്റ് ഗാനമേളയ്ക്ക് 1-ം തീയതി 2 മണിക്ക്, പുള്ളി 2-ം തീയതി 1 മണിക്ക്. അതുപോലെ പ്രോഗ്രാം ട്യൂബ് കണ്ടിട്ട് അമ്പലത്തിലേക്കുള്ള ട്യൂബാന്ന് പറഞ്ഞ് കല്യാണ വീട്ടിൽ ചെന്ന് കയറിയ അവസ്ഥകളുണ്ടായി. അടിപൊളി അടിപൊളി. റെജി നല്ല ഒരു കല്യാണ ചെറുക്കൻ. നമുക്ക് നമ്മുടെ സ്കിറ്റിന് പറ്റിയൊരു എല്ലാ എപ്പോ വേണമെങ്കിലും കെട്ടിക്കാൻ പറ്റിയ ചെറുക്കൻ. കല്യാണ ചെറുക്കൻ എന്ന് പറയണോ അമ്മാവെന്ന് പറയണോ? പോൾസണലിയും പിന്നെ അത് ഓക്കെയാണ്. നല്ല സ്കിറ്റ് കളിച്ച് തഴക്കം പഴക്കമുള്ള ആളാണ്. അടിപൊളിയായിട്ട് ഓരോ ട്രൂപ്പിന്റെ ഓണർമാരുടെ അവസ്ഥ അതാണ് കറക്റ്റ് കണ്ടത്. അപ്പൊ എന്തായാലും ഇവരുടെ പെർഫോമൻസ് നമ്മൾ കണ്ടു. നമ്മുടെ നെൽസൺ ചേട്ടനെയും അതുപോലെ വിൻ ചേട്ടനെയും കമന്റുകളൊക്കെ നമ്മൾ കേട്ടു. സോ അപ്പം എന്താണ് ഓഡിയൻസിന്റെ അഭിപ്രായം? നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയത്? എൻ്റെ പേര് ഷിജു. ആ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കല്യാണച്ചക്കൻ്റെ ഇഞ്ചി മുട്ടായിയാണോ? കല്യാണച്ചക്കൻ്റെ പെർഫോമൻസ് ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ബംഗാളിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സ്കിറ്റ് നന്നായിരുന്നു. ഈ സൈഡിൽ നിന്ന് കമന്റ്സ്. സ്കിറ്റ് നന്നായിരുന്നു. ആ, ബംഗാളിയായിരുന്നു എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. നല്ല ശരിക്കും എല്ലാ മേഖലകളിലും. ഞങ്ങളുടെ നാട്ടിലാണ് ഹൈ റേഞ്ചിൽ ഭയങ്കര തണുപ്പാ. ആ, ആരവിടെ ഇവന്റെ കഴുത്ത് അരിഞ്ഞ് 12 ആക്കൂ എന്ന് പറഞ്ഞ് വെല്ലു വിളിച്ച ടീമൊക്കെ ഈ ഇടവേളയ്ക്ക് ബാക്കിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അടുപ്പ് കലയിലേക്ക് കാലും കയറ്റി വെച്ച് ഭാരത മഹർഷിയൊക്കെ ഇങ്ങനെ ഇരിക്കുക തണുത്തിട്ട്. അത് നല്ലൊരു ഹ്യൂമർ ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കേട്ടു. നമ്മുടെ ഓഡിയൻസിന്റെ ഒപ്പീനിയൻ നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് 1-2 പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് ഈ ഒരു പെർഫോമൻസിന് കൊടുക്കുന്നതെന്ന്. ഓഡിയൻസ് 3ഉം 4ഉം ഒക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഫൈനലായിട്ട് എടുക്കുക. ആൻഡ് ഇറ്റ്സ് 4 സ്റ്റാർസ്. നിങ്ങൾക്ക് 4 സ്റ്റാറുകൾ അവർ തന്ന് നിങ്ങളെ അംഗീകരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ 4 സ്റ്റാർ നിങ്ങൾക്ക് മേടിച്ച് തന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ ബംഗാളിയുടെ വേഷം ചെയ്ത ആളാണ്. നമുക്ക് അദ്ദേഹത്തിനെ കൂടി ഇന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ തോന്നുന്നു. തീർച്ചയായിട്ടും. മിസ്റ്റർ ഗിരീഷ്. അപ്പൊ ഗിരീഷിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഗിരീഷ, ഈ സ്ഥലം എവിടെയാ? എൻ്റെ വീട് ചേട്ടൻ്റെ നാട് തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ് എൻ്റെ വീട്. ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. എന്നിട്ടാണ് ഈ മാതിരിയുള്ള പണി കാണിച്ചല്ലേ? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. തൊടുപുഴയ്ക്ക് അടുത്തുള്ള വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ വെള്ളിയാമറ്റം കൃഷിഭവനിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്തായാലും ചെലവ് ചെയ്യാനുള്ള വക ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവർക്കൊരു സ്നേഹ സമ്മാനം 4 സ്റ്റാർസ് കിട്ടി ഈ ടീമിന് 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ പോരെ? യെസ്. സോ ബിനു ചേട്ടാ, നെൽസൺ ചേട്ടാ, അനുകരണ കലയിലെ തന്റെ കഴിവ് നമ്മുടെ മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പിലേക്ക് ഒരു നല്ല കലാകാരൻ കടന്നു വരാണ്. നമുക്ക് നിറഞ്ഞ കയ്യടിയോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശിവസൂര്യ. ശിവസൂര്യ കോമഡി മസാലയിലേക്ക് സ്വാഗതം. അപ്പൊ എന്ത് പെർഫോമൻസ് ആണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്? സാധാരണ ഞാൻ വന്നു കഴിഞ്ഞാൽ ലാലേട്ടനെ പറയണമെന്നാണ്. എപ്പോഴും ലാലേട്ടനെയാണ് പറയുന്നത്. ഓക്കെ, എന്നാലും ലാലേട്ടനെ പറയണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ലാലേട്ടൻ ഇപ്പൊ ഇവിടെ വന്നാൽ എന്ത് പറയും എന്നുള്ളത് കേൾക്കണ്ടേ? അതെ അതെ, അതല്ലേ? അപ്പൊ ലാലേട്ടനെ തന്നെ തുടങ്ങാതെ കോമഡി മസാല അല്ലയോ? അതെ, ശരി. അപ്പൊ കോമഡി മസാലയില് പ്രിയപ്പെട്ട ലാൽ സാർ വരികയാണ്. ഒരുപാട് ഇഷ്ടമുണ്ട് ഈ കോമഡി മസാലയിൽ എത്തിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് സ്നേഹമാണ്, ഇഷ്ടമാണ്. എല്ലാ നന്മകളും ഈ കോമഡി മസാലയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കൊള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടോ ഓഡിയൻസ്? യെസ്, ഓഡിയൻസ് കൈയടിച്ച് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. സോ അടുത്തത് നമുക്ക് രാജമാണിക്യം എന്ന് പറയുന്ന നമ്മുടെ ഇക്ക ചെയ്ത രാജമാണിക്യം. അതെ, രാജമാണിക്യം. പക്ഷെ എന്നോട് സഹായിക്കണം. ഞാൻ സഹായിക്കണം. തീർച്ചയായിട്ടും. എന്താണ് വേണ്ടത്? നീ ആരാണ്? നിനക്ക് എന്ത് വേണം ഇവിടെ? ഇത്ര മതി ചോദിച്ചാൽ അത് ഞാൻ ചോദിക്കണം. നീ ആരാണ്? നിനക്ക് എന്ത് വേണം? ഞാൻ ആരാണ് എന്തരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. പണ്ടൊരു പാരാത്രി ഒരു മണിയറവായിൽ മുട്ടിയപ്പാണ് ഈ ചോദ്യങ്ങൾ മറ്റും ഞാൻ കേൾക്കണത്. നീ ആരാണ്? നിനക്കെന്തൊരു വേണം? ഞാൻ പറഞ്ഞ് എനിക്കെൻ്റെ അമ്മയെ കാണണം. ആ അമ്മ പറഞ്ഞോളാം എന്നെ അറിഞ്ഞുവിടാൻ. അന്ന് തീർന്നല്ല, പിന്നെ ഞാൻ ഇന്ന് വന്നത് നിങ്ങളൊക്കെ ഒന്ന് കാണാൻ, ഒന്ന് നേരെയാകെ ഒരു വരവൂടെ വരേണ്ടി വരും. അടിപൊളി.
അല്ലേ? അതേസമയം നമുക്ക് ഇതൊന്ന് മാറ്റി പിടിക്കാം. കാരണം ഇപ്പൊ നമ്മൾ കേട്ടത് ഇക്കാന്റെ ശബ്ദമായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ നസീർ സാറൊക്കെ പറയുന്നത്? ഓക്കെ, ഇതേ സിറ്റുവേഷൻ രാജമാണിക്യമായിട്ട് ഈ സിറ്റുവേഷനിൽ നസീർ സാർ വന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അല്ലേ? അല്ലേ? അപ്പൊ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണായിരിക്കും. തീർച്ചയായിട്ടും കൂടെ പിടിച്ചോ. ഓക്കെ, റെഡി. നീ ആരാണ്? നിനക്ക് എന്ത് വേണം? ഞാൻ ആരാണ് എന്താണെന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. പണ്ടൊരു പാതിരാത്രി ഒരു മണിയറ വാതിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഞാൻ കേൾക്കുന്നത്. നീ ആരാണ്? നിനക്കെന്ത് വേണം? ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ അമ്മയെ കാണണം. ആ പന്നക്കിളവി പറഞ്ഞ് എന്നെ അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മേ. കൊള്ളാം കൊള്ളാം. ഈ അടുത്ത ആരാണ്? അടുത്തത് പറയുമ്പോ പേടി സ്വപ്നമായിരിക്കും ആശ്വസിക്ക്. എന്താണ് അത് ഒരാളാ, അങ്ങനെയുള്ള ഒരാളാ. ആരത്? ഉമ്മർ സാറാ വരുന്നത്. ഉമ്മർ സാറാണോ വരുന്നത്? ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര പേടിയാണ് ഉമ്മർ സാറിനെ. അപ്പൊ ഉമ്മർ സാറ് വന്നാൽ എങ്ങനെയെന്നുള്ളതാ. പക്ഷെ അപ്പോഴും കൂടെ പിടിക്കണം. പിന്നെന്താ, ഒരു കുഴപ്പമില്ല. ശരി. നീ ആരാണ്? നിനക്ക് എന്ത് വേണം? ഞാൻ ആരെയാണ് എന്താണെന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. പണ്ടൊരു പാതിരാത്രി ഒരു മണിയറ വാതിൽ മുട്ടിയപ്പോഴാ ഈ ചോദ്യങ്ങളും മറ്റും ഞാൻ കേൾക്കുന്നത്. നീ ആരെയാ? നിനക്കെന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മച്ചയെ കാണണമെന്ന്. ആ പൊന്നക്കിളവി പറഞ്ഞു എന്നെ അറിയൂടെ. ഓർമ്മയിരിക്കട്ടെ, ഇനി ഞാൻ വരും. അങ്ങനെ ഉമ്മർ സാറിന്റെ എൻട്രിയും അടിപൊളിയായി. ഇനി ഇതിപ്പോ നമ്മുടെ ജഗതി ചേട്ടനാണ് ചെയ്തെങ്കിൽ, ജഗതി ചേട്ടൻ ഇതേ വേഷം ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ കിലുക്കത്തിലൊക്കെ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുള്ളൂ. അതെ. അപ്പൊ വീണ്ടും കൂടെ പിടിച്ചോ. ഓക്കെ. നീ ആരാണ്? നിനക്ക് എന്ത് വേണം? ഞാൻ ആരാണ് എന്തരാണെന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. പണ്ടൊരു പാതിരാത്രി ഒരു മണിയറവാതിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യങ്ങൾ മറ്റും ഞാൻ കേൾക്കുന്നത്. ആരാണ് നിനക്കെന്തിന് വേണമെന്ന് ചോപ്പറച്ചെനിക്ക് എൻ്റെ അമ്മച്ചയെ കാണുമെന്ന്. അവൻ്റെ കളി പറഞ്ഞ് എന്നെ അറിഞ്ഞുകൊടുത്ത് പോട്ടടേ. ജഗതി ചേട്ടൻ പൊളിച്ച് അടിപൊളി. എന്തായാലും നമുക്ക് ഇനി അടുത്ത് അങ്ങോട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിലോട്ട് പോയാലോ? തീർച്ചയായിട്ടും ലാലേട്ടന്റെ ഇന്റർവ്യൂ. തീർച്ചയായിട്ടും ഈ സമയം മുതൽ ഞാൻ ലാലേട്ടനായിട്ട് മാറുന്നു. എൻ്റെ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും ചോദ്യങ്ങൾ ലാലേട്ടനോട് ചോദിക്കാം. ഓഡിയൻസ് റെഡി അല്ലേ? ലാലേട്ടനോട് എന്ത് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിക്കാം. ഇദ്ദേഹം ഈ നിമിഷം മുതൽ പരകായ പ്രവേശം ചെയ്യാൻ പോവാണ്, ലാലേട്ടനാവാൻ പോവാണ്. റെഡി അല്ലേ? റെഡി. ഓക്കെ. ഓഡിയൻസ്, ലാലേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഞാനല്ല, അത് വെരി ഗുഡ്, നല്ല ആൻസർ. അപ്പൊ എന്താണ് അടുത്ത ചോദിക്കാനുള്ളത്? ഒടിയനെ പറ്റി 2 വാക്ക്. ഒടിയൻ നല്ല സിനിമയാണ്, ഒരുപാട് കൂട്ടായ്മയിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. നല്ല കഥ, നല്ല തിരക്കഥ, നല്ല അഭിനയം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഒടിയൻ. അടുത്തത് പെട്ടെന്ന് ചോദിച്ചോ, ലാലേട്ടനെ ഇപ്പോഴേ കിട്ടുള്ളൂ. ലാലേട്ടന് ഇഷ്ടപ്പെട്ട നായിക ആരാണ്? ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് അല്ലേ ചേച്ചി? അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരെയും എനിക്കിഷ്ടമാണ്. എല്ലാവരും വളരെ എന്നെക്കാളും അഭിനയിക്കുന്ന നല്ല ആക്ടേഴ്സുകളാണ്. തീർച്ചയായിട്ടും ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്താ പറയുക, ലാലേട്ടനും ഇങ്ങനെയാണ്, നൈസായിട്ട് ചോദ്യത്തിൽ നിന്ന് ചാടിപ്പോകും, എവിടെയും വെട്ടി തരില്ല. ഓക്കെ. ആൻഡ് ഇവിടുന്ന് പുലിമുരുകനെ കുറിച്ച് 2 വാക്ക് പറയാം. പുലിമുരുകനെ കുറിച്ച്. പുലിമുരുകൻ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തോളം അതിനേക്കാളും മേലെ പോയ ഒരു സിനിമയാണ്. അതിന് നമ്മുടെ ജനഹൃദയങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങി അതിനെ നെഞ്ചിലാക്കി. തീർച്ചയായിട്ടും ഇനിയും അങ്ങനെയുള്ള ഒരുപാട് മുരുകന്മാരുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. മതിയോ? ഹാപ്പി ആയോ? ലാലേട്ടൻ ഒരുപാട് സിനിമയിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, ലാലേട്ടന് വേണ്ടി പാടിയിട്ടുണ്ട്. ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഏതാണ്? ഞാൻ അഭിനയിച്ച പടത്തിലെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. പക്ഷെ എന്നാലും എനിക്ക് സേതുമാധവൻ കിരീടം തന്ന ഒരു പാട്ട് വളരെ ഇഷ്ടമാണ്. അത് എവിടെ പോയാലും എനിക്ക് വളരെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന പാട്ട് നിങ്ങൾക്കായിട്ട് രണ്ടുപേരി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എൻ്റെ പുള്ളൂർക്കുടം പോലെ. നന്നായിട്ട് പാടി. ആ ലാലേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കുന്ന ചെറിയ ഒരു വൈബ്രേഷൻ അതുപോലും കറക്റ്റായിട്ട് നന്നായിട്ട് പാടി. താങ്ക് യു. ഗുഡ് ജോബ്. ലാലേട്ടൻ, ആ പ്രണയം സിനിമ വളരെ ഒരു വ്യത്യസ്ത മൂഡിലാണ് ലാലേട്ടൻ ചെയ്തത്.
അപ്പോൾ ആ സിനിമയിലെ ഡയലോഗോ അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും? മേന്ന് ഈ മരണമെന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല. ഒരു ശ്വാസത്തിനും അടുത്ത ശ്വാസത്തിനും ഇടയ്ക്കുള്ള സ്പ്രിങ്സ് മരണം സംഭവിക്കുന്നു. ഈ ഗ്രേസിന് ഭയങ്കര പേടിയാണ് മരണത്തെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കണമെന്നാണ് വെക്കുക. എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്ന് അറിയോ ഒന്നും മിണ്ടിയതുപോലും. അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രണയം പലപ്പോഴായി കടന്നു വരും. ഇഫ് യു വാണ്ട് എ ലവർ, ഡു എനിത്തിങ് യു ഹാസ് ബീൻ ത്രൂ. ആൻഡ് ഇഫ് യു വാണ്ട് അനദർ കൈൻഡ് ഓഫ് ലവ്, ഐ ആം വെരി മച്ച് ഫോർ യു. ഐ ആം യുവർ മാൻ. ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. താങ്ക് യു. അത് സ്റ്റേജിൽ നമ്മളിങ്ങനെ ലൈവ് അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കണ്ണടച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ അല്ലാന്ന് ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ ആ സിനിമയിലെ ഡയലോഗ് കേൾക്കുക എന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നില്ല. ബ്രില്യൻറ്റ്, ഗുഡ് ജോബ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോമഡി മസാലയുടെ വേദിയിൽ വന്നതിലും ഇത്രയും സമയം നമ്മളെ നന്നായി എൻ്റർടൈൻ ചെയ്തതിലും ഒരുപാട് സന്തോഷം. നന്ദി. വീണ്ടും വരിക. താങ്ക് യു. അല്ല, നമ്മളെന്തിനാണ് ഇവിടെ വന്നത്? നിന്നെ ഒരു പെണ്ണിനെ കാണിക്കാൻ വന്നതാ. പിന്നെ ഇയാടെ പറച്ചിൽ കേട്ടോ ഞാൻ പെണ്ണ് കാണാതെ കിടക്കുവാന്ന് തോന്നുന്നു. അതല്ല നിന്നോട് പറഞ്ഞത്. പിന്നെ നിനക്കൊരു പെണ്ണിനെ ഒപ്പിച്ചു തരാൻ വന്നതാന്ന്. പോക്കൃത്തരം പറയരുത്. ഞാൻ ഒരു പ്രവാസിയാണ്, അല്ല നിന്നെ പോലെ തോന്നിവാസിയല്ല. മനസ്സിലായോ? ഈ കാളിനോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? എടാ, നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? കഴിക്കണം. അതിനൊരു പെണ്ണിനെ കാണണ്ടേ? കാണണം. ആ, അതിന് വന്നതാ നമ്മളിവിടെ. ആണോ? ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. പിടികിട്ടി. ഇത് മതി. എടാ കാല തല്ലു കൊള്ളിക്കൽ. ഇതല്ല പെണ്ണ്. ഇതല്ലേ പെണ്ണ്? അല്ല, നിങ്ങൾ ആരാ? ഇത് പെണ്ണല്ലേ? ഇതല്ല പെണ്ണല്ലെന്ന്, വേറെ പെണ്ണ്. ഞാൻ കാണിക്കാം, നീ ഇവിടെ അടങ്ങി നിൽക്കേ. അപ്പൊ ഇത് ചമയവിളക്കിന് പോകാൻ വേഷം കെട്ടി വന്ന ആണാണോ? ഇപ്പൊ തല്ലു കൊള്ളിച്ച് അടങ്ങത്തുള്ളൂ. നീ ഇവിടെ മിണ്ടാതെ നിൽക്ക്, ഞാൻ പറഞ്ഞു തരാം എല്ലാം. ആരാ? എന്താ നിങ്ങൾക്ക് ഈ ഫ്ലോറിൽ എന്താ കാര്യം? അല്ല, ഞങ്ങൾ ഇവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടി വന്നതാണേ. പെണ്ണ് കാണാൻ ഈ ഫ്ലോറിലാണോ ചേട്ടാ വരുന്നത്? അല്ല, പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു പെണ്ണ് ഇവിടെ ഷൂട്ടിംഗ് കാണാൻ വന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ പെണ്ണിനെ കാണാം, ഷൂട്ടിംഗ് കാണാമല്ലോ. കാണാം, താളി ഓടിക്കാം. അത് പറയണ്ട. അല്ല, ഇയാളാരാ കൂടെ ഉള്ളത്? ഇത് പറഞ്ഞില്ലേ, ഭയങ്കര ഗൾഫുകാരനാ ഇദ്ദേഹം. ഗൾഫുകാരനാണ്. അല്ലെ, ഒരു ഗൾഫുകാരൻ ഇതുപോലെ ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കാണേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? എനിക്കിങ്ങനെ ഓടി നടന്ന് പെണ്ണ് കാണേണ്ട കാര്യമേ ഇല്ല. സത്യത്തിൽ എനിക്ക് വേണമെങ്കിൽ അറബിയുടെ മകളെ എനിക്ക് വിവാഹം ചെയ്യാമായിരുന്നു. അയ്യോ, പിന്നെന്താ വിവാഹം ചെയ്യാതിരുന്നേ? അറബിയുടെ മകളോട് സമ്മതിക്കണ്ടായോ? പോയിന്റാണ്. ഞാൻ ഷട്ട് ചെയ്തു. അല്ല ചേട്ടൻ ഗൾഫിൽ ആരുടെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ അൽ അബീസിന്റെ കൂടെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓ, നല്ല പണിയായിരുന്നല്ലേ? മുട്ടം പണിയായിരുന്നു. അതൊന്ന് കാണണമായിരുന്നു. അല്ല, നീ ആരുടെ കൂടെ പണി ചെയ്തെന്നാ പറഞ്ഞേ? അൽ അബീസ്. അയ്യോ, അറബിയുടെ ഒക്കെ ജോലി ഇവന്റെ ഒക്കെ ഭയങ്കര ഭാഗ്യം തന്നെ. അറബിയോ? ആ, ആര് പറഞ്ഞ അറബിയുടെ കൂടെ ആയിരുന്നു? പിന്നെന്തോ അത്? അൽ അബീസ് എന്ന് പറയുന്നത് എന്റെ ഒട്ടകത്തിന്റെ പേരാണ്. അല്ല, ഈ ഒട്ടകത്തിന് പേരൊക്കെ ഉണ്ടോ? ഉൾപ്പെടെയും പണി. ഒട്ടകത്തിന് പേരൊക്കെ ഉണ്ടോ അങ്ങനെ? പിന്നെ ഇവിടെ ആനയ്ക്ക് പേരിടുന്നില്ലേ നിങ്ങള്? ആന മംഗലാംകുന്ന കർണൻ, അതെ അതെ, എടപ്പാൾ രാജൻ എന്നൊക്കെ. അതുപോലെ ഒട്ടകത്തിന് കൂടെ ഞങ്ങൾ പേരിടും. ഓ, അപ്പൊ അബീസ് എന്നായിരുന്നു ഞാൻ എന്റെ ഒട്ടകത്തിനെ വിളിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഫുൾ ടൈം അപ്പൊ ഒട്ടകത്തിന്റെ കൂടെ കറക്കുമായിരുന്നു? ഫുൾ ടൈം ഒട്ടകത്തിനോട് പറഞ്ഞാൽ ഒട്ടകത്തിനെ കറക്കണം, പാട്ട് പാടി ഉറക്കണം, ഇതൊക്കെ ഇവന്റെ ജോലിയല്ലായിരുന്നു. ഓ, ഞാൻ ഷട്ട് ചെയ്തു. അല്ല, ഈ ഗൾഫില് കറക്റ്റ് ആയിട്ട് എവിടെയായിരുന്നു? ഗൾഫിൽ സത്യത്തിൽ ഞാൻ പ്രേക്ഷയിലായിരുന്നു. അല്ല, എന്തായാലും ഗൾഫിലാണല്ലോ, അതൊക്കെ സ്ഥലമൊക്കെ എന്തിനാ അറിയുന്നേ? ഗൾഫിലാ. അല്ല, എത്ര കൊല്ലം ഉണ്ടായിരുന്നു ഇവിടെ? ഞാൻ 5 വർഷം. ഓ, 5 വർഷം. 5 വർഷം മണനാനത്തിൽ ജോലി ചെയ്തവനാണ്. എവിടെ? മണനാനൻ. അപ്പം അറബിയൊക്കെ പറയോ? അറബി പറയുമോന്നോ? വന്ന് കേക്കണം. രാവിലെ എണീച്ച മുട്ടൻ തെറി വിളിച്ചോണ്ടാണ് അവൻ എണീക്കുന്നത്. രാവിലെ തൊട്ട് തുടങ്ങുന്നത് കിടക്കുന്നതും വരെ അവൻ എന്നെ പറയും. ചേട്ടാ, തോന്നുന്നല്ല അവൻ എന്നെ വിളിച്ചു പറയും. അതല്ല, പിന്നെ നിങ്ങൾ അറബി പറയുമോന്ന്? ഞങ്ങളുടെ അറബിയും പറയും, പിന്നെ കണ്ണി കാണുന്ന അറബി എല്ലാം പറയും. അല്ല, ഞാനിതിന് മാത്രം തെറ്റെന്താണ് ഞാൻ ചെയ്യുന്നത്? അല്ല, ഇത് കൊച്ചു അതല്ല പറഞ്ഞേ. പിന്നെ അത് ചോദിച്ചത് അറബി പഠിച്ചിട്ടുണ്ടോന്ന് അത് ചോദിച്ചത്. അറബി പഠിച്ചിട്ടില്ല. അറബി പഠിക്കാത്ത കൊണ്ടല്ല ഈ മലയാളികൾക്കെല്ലാം അവിടെ ജോലി കിട്ടുന്നത്. ഇവർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലെന്ന്. കാട്ടറബികളെ ഇവരൊന്നും വിദ്യാഭ്യാസം ഇല്ല. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ, അമ്മയില്ല. അയ്യോ, എന്തുപറ്റി? എന്നെ അച്ഛനെയും വിട്ട് അമ്മ പോയി. ചേട്ടാ കരയല്ലേ? അതെ, അല്ലെങ്കിലും അങ്ങനെയാണ്. നല്ല നല്ല ആൾക്കാരെ ഈശ്വരൻ നേരത്തെ വിളിക്കും, അതാണ്. അതല്ല, വിറവേട്ടാൻ വന്ന ഈശ്വര പിള്ള അമ്മ വിളിച്ചു പോയി.
അങ്ങനെ പോയതാണോ? ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഫാമിലിക്കാരാ. ആ നല്ല ഫാമിലി. തല്ലുകൊള്ളണ്ട. വേറൊരു കാര്യം ഞാൻ പെണ്ണിനെ കാണിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. അതുകൊണ്ട് ആ ഇരിക്കുന്നതാണ് പെണ്ണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടേ ഇപ്പൊ പറഞ്ഞോണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കെല്ലാം ഡിമാൻഡ് ഉണ്ടല്ലോ. ചെറുപ്പക്കാർക്കല്ലേ? പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ വ്യത്യസ്തനാണ്. എനിക്കൊരു 500 പവനും ഈ പൃഥ്വിരാജിയുടെ ഒരു കാർ മേടിക്കല്ലോ, ഒന്ന് മന്ദാകിനി. ലംബോഗിനി. അതിലൊരു കാർ മതി. അത്ര മതി അല്ലേ? മതി. ഇയാളെ വിളിച്ചോണ്ട് വേഗം ഇറങ്ങി ഇവിടുന്ന്. മനസ്സിലായോ? ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത് കുറഞ്ഞു പോയോ? സ്ത്രീധനം വേണം. കുറഞ്ഞു പോയി. കുറച്ചിലായി പോയി. വളരെ കുറച്ചിലായി പോയി. എങ്കിലും ഒരു 500 കയറ്റി അടിക്കാം. നാണമില്ലേ ഇതുപോലെ പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് വന്ന് സ്ത്രീധനത്തെ കുറിച്ച് സംസാരിക്കാൻ തന്നെ നാണാവില്ലേ? ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്ന് മേടിച്ചോ, ഞാനങ്ങ് പോവാ. എനിക്കൊന്നും ഇതിന്റെ പങ്കില്ല കേട്ടല്ലോ. കേട്ടോ. അതെ, ഏതായാലും ആ ബ്രോക്കർ പോയ സ്ഥിതിക്ക് ഈ കല്യാണം ഇനി നടക്കില്ല. ഞാൻ തന്നെ ഈ പെക്കിഞ്ചിനെ ഇപ്പൊ തന്നെ വിളിച്ചോണ്ടങ്ങ് പോയാലോ? ഇറങ്ങണോ ഇവിടുന്ന്? തന്റെ നിഴൽ ഇനി ഈ ഫ്ലോറിൽ കാണരുത്. ഇറങ്ങ. ഗെറ്റ് ഔട്ട് ഹൗസ്. അഫീസിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. കോമഡി മസാലയിലെ ഇന്നത്തെ ഈ ഫൺ ഫിൽഡ് മൊമെന്റ്സ് ഒക്കെ ഇവിടെ ഇപ്പോൾ തൽക്കാലം അവസാനിക്കാനുള്ള സമയമായി. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം us.